നിങ്ങളോർക്കും ഞാൻ രാവിലെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നല്ലേ? നാട് വിട്ട് ഓടിപ്പോകുമൊന്നും അല്ല കേട്ടോ. ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞ് താഴെ ഇരിക്കുന്ന ചെടിച്ചട്ടിയിലെ ഒരു ചെടി വാടിക്കരിഞ്ഞു പോയെന്ന്. ദേ നോക്കിക്കേ, മഞ്ഞ പൂവുണ്ടാകുന്ന ചെടിയായിരുന്നു. എന്ത് പറ്റുമോ എന്തോ, ദേ വാടിക്കരിഞ്ഞ് നിൽപ്പുണ്ട്. നോക്കാം. പിന്നെ ഞാൻ തിരിച്ചു ചെന്ന് മോനായിക്ക് ഭക്ഷണം കൊടുത്തു കേട്ടോ. തിങ്കൾ മുതൽ വെള്ളി വരെ അവന് സ്കൂളിലുള്ളതുകൊണ്ട് അവനെ ഓടിച്ചിട്ട് പിടിച്ചാണ് കഴിപ്പീര്. ഇന്ന് ഞാൻ അവൻ തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്ത് ഇരുത്തിയേക്കുന്നതാണ് കേട്ടോ. ദോശ അവൻ ആദ്യം ഇടത് കൈ കൊണ്ട് മുറിച്ചു, പിന്നെ അവനോട് പറഞ്ഞപ്പോൾ അവൻ വലത് കൈയും കൂടി എടുത്ത് മുറിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കറി ഒരു പരീക്ഷണം ഉണ്ടേ. അവനിപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് ചൂടാണോ തണുപ്പാണോ എന്ന്. തൊട്ട് നോക്കി ചൂടാന്ന് കഴിയുമ്പം അവന് പെട്ടെന്ന് കൈയെടുത്ത് മാറ്റും കേട്ടോ. കണ്ട് അവന് മനസ്സിലായി ചൂടാണെന്ന്. ഞങ്ങളുടെ വീട്ടിൽ TV സൂര്യ മ്യൂസിക് സദാസമയം ഓണാണ് കേട്ടോ. ശനി ഞാൻ ഫുൾ ടൈം പാട്ടാണ്. സൂര്യ മ്യൂസിക് അങ്ങ് വെച്ചിരിക്കണം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ? ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചകൊണ്ടുള്ള ഒരുക്കങ്ങളായേ. കുറച്ച് കൂന്തൽ കിട്ടി കേട്ടോ കൂട്ടുകാരെ. നോക്കിക്കേ, വെള്ള സായിപ്പും കുഞ്ഞുങ്ങളല്ലേ, എന്ത് രസമാണ് കാണാൻ. പക്ഷേ വലിയൊരു കാര്യം എന്ന് കേൾക്കണോ, ഞാനിതെല്ലാം എടുത്ത് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇന്ന് വെച്ചില്ല. അത് കഴിഞ്ഞപ്പം ഉച്ചയൊക്കെ ആയി. ചോറും കറിയും വേറെ കൂട്ടാനൊക്കെ വെച്ചു. ജയൻ ചേട്ടൻ ചോറുണ്ണാനായിട്ട് കയറി വന്നു. ജയൻ ചേട്ടൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ടല്ലോ, ഒരു വെളുത്ത കടലാസ്. എന്താണാവും? ദൈവമേ, വല്ല ജപ്തി നടപടിയാണോ? അറിയില്ല. ചോറൊക്കെ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. കറി പിന്നെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, അത് വെച്ചു. പിന്നെ പപ്പട ഉള്ളി മുളകും ചതച്ചിട്ടതുണ്ടാക്കി. നല്ലൊരു മുട്ട പൊരിച്ചതുണ്ടായിരുന്നു. ബീട്രൂട്ട് ഇട്ട സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ബീട്രൂട്ട് ഇട്ട് സാമ്പാർ വെക്കുക കൂട്ടുകാരെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ.